കഴിഞ്ഞ തവണ നമ്മൾ സംസാരിച്ചത് മഞ്ജു വാര്യരുടെ പ്രതിഫലത്തെയും അവരുടെ ജീവിതത്തെയും കുറിച്ചായിരുന്നു അല്ലേ? പക്ഷേ ഇത്തവണ നമ്മൾ സംസാരിക്കുന്നത് മറ്റൊരു നടനെ കുറിച്ചാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന താരം എന്ന റെക്കോർഡ് ആരുടെ കയ്യിലായിരുന്നു ഇതുവരെ? അത് ഷാറുഖ് ഖാന്റെ പേരിലായിരുന്നു. 250 കോടി രൂപയായിരുന്നു ഷാറുഖ് ഖാന്റെ പേരിലുള്ള റെക്കോർഡ് പ്രതിഫല തുകയെന്ന് നമ്മൾ ഓർത്തോണം. എന്നാൽ ഇപ്പോൾ ഷാറൂഖിനെയും പിന്നിലാക്കിയിരിക്കുകയാണ് ദളപതി വിജയ്. ദളപതി 69 എന്ന ചിത്രത്തിന് വേണ്ടി വിജയ് വാങ്ങുന്ന പ്രതിഫലമാണ് നിലവിൽ പുതിയ റെക്കോർഡ് സ്വന്തമാക്കിയിരിക്കുന്നതും. 500 രൂപയായിരുന്നു ആദ്യ വേഷത്തിന് വിജയ്ക്ക് പ്രതിഫലമായി ലഭിച്ചത്. വിജയുടെ പിതാവ് SA ചന്ദ്രശേഖറാണ് ഇത് ഒരു അഭിമുഖത്തിൽ വെളിപ്പെടുത്തിയതും. 1992 വിജയ് നായകനായി അരങ്ങേറിയത്. നാളെയെ തീർപ്പ് എന്ന ചിത്രത്തിലൂടെയായിരുന്നു ഈ അരങ്ങേറ്റം. അതേസമയം വിജയുടെ മൊത്തം സ്വത്തുക്കളുടെ മൂല്യം 474 കോടി വരുമെന്നാണ് ഫോബ്സിന്റെ കണക്കുകൾ പറയുന്നത്. ഇപ്പോൾ പ്രതിഫലം എത്രയാണെന്നറിയാമോ? 275 കോടി രൂപ. അതെ, 275 കോടി രൂപയോളമാണ് തന്റെ ഏറ്റവും പുതിയ സിനിമയ്ക്കായി വിജയ് കൈപ്പറ്റുന്നത് എന്നതാണ് റിപ്പോർട്ടുകൾ. മാത്രമല്ല, കടൽ തീരത്ത് സ്ഥിതി ചെയ്യുന്ന അത്യാകർഷകമായ ബംഗ്ലാവും ചെന്നൈയിൽ താരത്തിനുണ്ട്. ടോം ക്രൂസിന്റെ ബീച്ച് ഹൗസിനെ അനുസ്മരിപ്പിക്കും വിധമുള്ളതാണ് ഇത്. അത്യാധുനിക സൗകര്യങ്ങളോടുകൂടിയ കോടികൾ വിലമതിക്കുന്ന വീടാണ് കടലിന്റെ ശാന്തതയിൽ വിജയ് സ്വന്തമാക്കിയിരിക്കുന്നത്. 1998 വിജയ്ക്ക് തമിഴ്നാട് സർക്കാർ കലൈമാമണി പുരസ്കാരം നൽകിയിരുന്നു. 2007 ചലച്ചിത്ര മേഖലയിലെ നേട്ടങ്ങൾക്ക് വിജയ്ക്ക് ഡോക്ടർ MGR എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഓണററി ഡോക്ടറേറ്റും ലഭിച്ചു. 2018 മികച്ച അന്താരാഷ്ട്ര നടനുള്ള പുരസ്കാരവും വിജയ്ക്ക് തന്നെ. മെർസലിലെ അഭിനയത്തിനും പുരസ്കാരവും അഭിനന്ദനവും താരത്തെ തേടിയെത്തിയിരുന്നു. തമിഴ് ചിത്രങ്ങളിൽ പിന്നണി ഗായകനായും വിജയ് പ്രവർത്തിച്ചിട്ടുണ്ട്. രസികൻ എന്ന ചിത്രത്തിൽ ചിത്രയ്ക്കൊപ്പം ബംബായി സിറ്റി സിക്കറൊട്ടി എന്ന ഗാനം താരം ആലപിച്ചിരുന്നു. സച്ചിൻ എന്ന ചിത്രത്തിൽ വിജയ് പാടിയ ഗാനങ്ങളും ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. തുപ്പാക്കി, തലൈവ എന്നിങ്ങനെ കുറച്ചധികം സിനിമകളിൽ വിജയ് ഗാനങ്ങൾ ആലപിച്ചിട്ടുണ്ട്. ആഡംബര വാഹനങ്ങളോട് ഏറെ പ്രിയമുള്ള താരമാണ് വിജയ്. റോൾസ് റോയ്സ്, വോൾവോ എന്നീ ആഡംബര കാറുകൾ വിജയ് കാർ കളക്ഷനിലുണ്ട്. ഇത് കൂടാതെയാണ് അടുത്തിടയ്ക്ക് ജാപ്പാനീസ് നിർമ്മാതാക്കളായ ലെക്സസിന്റെ LM350 HM VP എന്ന വാഹനം കൂടി സ്വന്തമാക്കിയത്. ഏകദേശം 2.5 കോടി രൂപയോളം ഇതിന് വില വരും. രാജ്യത്തെ MVP-കളിൽ ഏറ്റവും വില കൂടിയതാണ് ലെക്സസിന്റെ LM350H. ഇതുകൂടാതെ BMW X5, X6, Audi A8L, റേഞ്ച് റോവർ, ഫോർഡ് മുസ്താങ് എന്നിവയാണ് താരത്തിന്റെ കളക്ഷനിലുള്ള മറ്റ് കാറുകൾ. കടൽ തീരത്ത് സ്ഥിതി ചെയ്യുന്ന അത്യാകർഷകമായ ബംഗ്ലാവും ഇദ്ദേഹത്തിന് ഉണ്ട് എന്ന് പറഞ്ഞല്ലോ. അത് ഈ പറഞ്ഞതുപോലെ തന്നെ വളരെയേറെ വിലമതിക്കുന്നതുമാണ്. അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയ കോടികൾ വിലമതിക്കുന്ന വീടാണ് ഇത്. ഇതൊന്നും കൂടാതെ രാഷ്ട്രീയ പാർട്ടിയും കൂടി പ്രഖ്യാപിച്ചിരിക്കുകയാണ് നടൻ വിജയ്. ഇതിനു പിന്നാലെ തന്നെ സിനിമയിൽ നിന്ന് വിടവാങ്ങുന്നു എന്ന കാര്യം കൂടി വിജയ് പ്രഖ്യാപിച്ചിരുന്നു. കരാർ ഒപ്പിട്ട ചിത്രങ്ങൾ പൂർത്തിയാക്കിയ ശേഷം അഭിനയം നിർത്തി മുഴുവൻ സമയ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ മുഴുകുമെന്നായിരുന്നു വിജയ് പറഞ്ഞത്. വെങ്കട് പ്രഭു സംവിധാനം ചെയ്ത ദി ഗ്രേറ്റസ്റ്റ് ഓൾ ഓഫ് ദ ടൈം, അതായത് ദി ഗോട്ട് ആണ് ഏറ്റവും ഒടുവിൽ തിയേറ്ററുകളിലെത്തിയ വിജയ് ചിത്രം. അവസാനമായി ഒരു ചിത്രത്തിൽ കൂടി വിജയ് അഭിനയിക്കുമെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ട്. വിനോദാണ് ചിത്രത്തിന്റെ സംവിധായകനെന്ന സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളുമുണ്ട്. 275 കോടി രൂപയോളമാണ് തന്റെ ഏറ്റവും പുതിയ സിനിമയ്ക്കായി വിജയ് കൈപ്പറ്റിയത്. വാർത്തകൾ ശരിയെങ്കിൽ ബോളിവുഡ് താരം ഷാറുഖ് ഖാന്റെ പേരിലുള്ള നിലവിലെ റെക്കോർഡ് അവസാന ചിത്രത്തിലൂടെ വിജയ് മറികടക്കുകയാണ്. എന്തായാലും ദളപതി 69 എന്ന് പേരിട്ടിരിക്കുന്ന ഈ ചിത്രം 2025 ഒക്ടോബറിൽ തിയേറ്ററുകളിൽ റിലീസ് ചെയ്യുമെന്നാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ സിനിമ പൂർത്തിയാക്കിയ ശേഷമാകും പൂർണ്ണമായും രാഷ്ട്രീയത്തിലേക്ക് കടക്കാൻ വിജയ് പദ്ധതിയിടുന്നത്. എന്തായാലും ഈ സിനിമ പൂർണ്ണമായും പൂർത്തിയാക്കിയതിനു ശേഷമായിരിക്കും പൂർണ്ണമായിട്ടുള്ള രീതിയിൽ രാഷ്ട്രീയത്തിലേക്ക് വിജയ് എത്തുന്നത്. ഇതിനായി തമിഴ്നാട് വെട്രി കഴകം എന്ന രാഷ്ട്രീയ പാർട്ടിയും അദ്ദേഹം ഈ വർഷം ആരംഭിച്ചിട്ടുണ്ട്.
2026 തമിഴ്നാട് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ TVK പാർട്ടിയുമായി മത്സരിക്കാൻ തീരുമാനിച്ച നടൻ അതിനായുള്ള അനുബന്ധ തയ്യാറെടുപ്പുകളുമൊക്കെ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. അടുത്തിടെ പാർട്ടിയുടെ പതാക അനാച്ഛാദനം ചെയ്യുകയും പാർട്ടി ഗാനം അവതരിപ്പിക്കുകയുമൊക്കെ ചെയ്തിരുന്നു. ആദ്യ പാർട്ടി സമ്മേളനം വില്ലുപുരത്ത് ഉടൻ നടത്താനുള്ള ആലോചനയിൽ കൂടിയാണ് താരം.